ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേർണി വിത്ത് ലിയോ. ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് പൂനൂരുള്ള കഫേ ബോക്സിലാണ്. നമുക്ക് വീട്ടിൽ നിന്നൊരു 15 മിനിറ്റേ ഇവിടേക്കുള്ളൂ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഈ ഒരു കഫേന്നാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സെലിബ്രേഷൻ കേട്ടോ. അതുപോലെ തന്നെ കേക്കിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വെറൈറ്റി ഫ്ലേവേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു സെലിബ്രേഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും എല്ലാ ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് കേട്ടോ. Dio? Dio kaya, dada. Dada di. Dio ഇറങ്ങി എണീറ്റോണ്ടോ തോന്നുന്നു. നേരം ഞാനതാ. അമ്മേന്റെ ബർത്ത്ഡേ. അടുത്ത മാസം മുതൽ ലിയോ കുട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? നമുക്ക് വലിയ കേക്ക് കൊടുക്കണം കേട്ടോ. വലിയ കേക്ക് കൊടുക്കണം. അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നീ അങ്ങോട്ട് നോക്കുക. Dio? ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളന്ന് കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ ലിയോയുടെ ഇന്ന് ഭയങ്കര മൂടാവും കേട്ടോ. കാരണം ലിയോ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ ലിയോനെ എടുത്ത് വന്നത്. നല്ല ഉറക്കമായിരുന്നു. വണ്ടിയിൽ വരുമ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഈ ഉറക്കത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉണങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇതൊക്കെ ഇപ്പോൾ തട്ടി തെറിപ്പിക്കും. എന്താ വേണ്ടേ, എന്താ വേണ്ടേ ലിയോന്, എന്താ വേണ്ടേ? ഭയങ്കര അലമ്പാണ്. ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. കാരണം നീ തീരെ ഉറങ്ങിയില്ല, പകലൊന്നും ഉറങ്ങിയില്ലല്ലോ, ഒരൊറ്റ വട്ടി ഉറങ്ങിയില്ലോ. ബർത്ത്ഡേ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയോ അവരൊക്കെ ഒരു ഭയങ്കര കളിയായിരുന്നു കണ്ടോ. ആ വീട് നല്ല ഉറക്കമുണ്ട്. കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. ലിയോ 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 നമുക്ക് ഹായ് പറയും. ഹായ് ഹായ് അറിയില്ല, ബായി അറിയാം. നമ്മൾ വാങ്ങിയ കേക്ക് എന്ന് പറയുന്നത് റെയിൻബോ കേക്കാട്ടോ. ഇവിടെ വന്ന സമയത്ത് കുറേ കേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു യെല്ലോ കേക്കാണ് സെലക്ട് ചെയ്തത്. കാരണം ഡ്രസ്സിൻ്റെ കളറും കൂടി ആവല്ലോ വിചാരിച്ചാണ്. പക്ഷേ ഈ കടയിൽ അവരെന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഈ റെയിൻബോ കേക്കാണ്. ഫുൾ കളർഫുള്ളാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലിയോന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിയോ ഇവിടെയായിട്ട് നന്നായിട്ട് കേക്ക് കഴിക്കുന്നുണ്ട്.
ന്യൂ ഇയർ വന്നപ്പോൾ ഒക്കെ നമ്മൾ ചെറിയ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുറച്ച് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പം ലിയോൻ്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് മന്ത്. അന്നും ഒരു കേക്കും കട്ട് ചെയ്യാനുണ്ട്. അത് ലിയോ നല്ല ഉഷാറല്ലേ. ഇന്ന് ബർത്ത്ഡേ ആയതിനെ കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു പ്ലാനായിട്ട് ഇറങ്ങിയാണ്. കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീട്ടിൽ നിന്നാണ് കേക്ക് കട്ട് ചെയ്ത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പുറത്തുനിന്ന് കേക്ക് കട്ട് ചെയ്തത്. ബാക്കി എല്ലാ പ്രാവശ്യവും നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ വീട്ടിൽ നിന്നാണ്. പക്ഷേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പൂനൂരാണ്. പൂനൂർ കഫേ ബോക്സിൽ വെച്ചാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ഒരു ആംബിയൻസാണ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചെറിയ ചെറിയ സെലിബ്രേഷനൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കളറാവും. പകലും ഒക്കെയാണ്. പക്ഷേ നൈറ്റ് ആകുമ്പോൾ കുറച്ച് ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. ഫ്രണ്ട്സും അല്ലെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഏരിയ ഉണ്ട്. അതായത് നമുക്ക് ഉള്ളിൽ ഇരുന്നിട്ട് ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനാണ് അങ്ങനെ. അതല്ല പുറത്താണെങ്കിൽ ഈ ഒരു ആംബിയൻസിൽ നിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, കേക്ക് കട്ട് ചെയ്യാം. അടിപൊളിയാണ്. മസ്തൊരു വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും രണ്ടും കൂടെ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ലിയോ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ മാത്രമേ വന്നിട്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഫസ്റ്റ് ടൈമാണ്. അത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കളർഫുൾ ആക്കാനാണ് പ്ലാനില്ലല്ലോ അല്ലേ. ഒരുപാട് പേരൊന്നുമില്ല, വലിയ ഫംഗ്ഷൻ ഒന്നുമല്ല. പക്ഷെ എന്നാലും ചെറിയ രീതിയിലാണെങ്കിൽ ഞങ്ങൾ മാക്സിമം കളർഫുൾ ആകും അല്ലേ. വലിയ ഞങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ വരാനുണ്ട്. കമ്മിങ് സൂൺ. ഫെബ്രുവരി 15 ലിയോൻ്റെ ബർത്ത്ഡേ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വേഗം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ കഴിച്ച് നല്ല ഞങ്ങൾക്ക് ഇറങ്ങാം. ആളുകളുടെ വീഡിയോ ക്ലോസപ്പില്ല ഒന്നുകൂടെ. ലിയോ ബേബി ടേസ്റ്റ് ഉണ്ടോ? പോരെ പോരെ. അത് പിന്നെ ഉള്ളതല്ല, ഇത് നമുക്ക് മുഖം തുടയ്ക്കാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിക്കണം. ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. മാംഗോ ഷേക്കും മോക്ടെയിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.